പാട്രിയോട്ട് എല്ലാരും കാത്തിരുന്ന സെക്കൻഡ് ലുക്ക് ഇന്ന് വന്നു കേട്ടോ. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ, ഇത്രയും വൃത്തികെട്ട ഒരു പോസ്റ്റർ എനിക്കൊന്ന് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരുന്നു. ചെയ്തതാണെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിൽ പോലും കൊച്ചു പിള്ളേർ, അംഗൻവാടിയിലുള്ള പിള്ളേർ ഇതിനെക്കാട്ടി എന്ത് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോവനെയും വെച്ചൊരു പോസ്റ്റർ എടുത്തേക്കാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞു. നാണക്കേടാണ് മലയാള സിനിമയ്ക്കെന്നല്ല, ഇത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നാണക്കേടാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു പടത്തിന്റെ സെക്കൻഡ് ലുക്കായിരുന്നു വന്നേക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ, നയൻതാര, സുഷീൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മഹേഷ് നാരായൺ എഡിറ്റർ, ഭയങ്കര സംഭവം, വലിയ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു മിനിമം ക്വാളിറ്റി വേണ്ട ഇതിന്റെ ഒരു പോസ്റ്റർ ഇറക്കുമ്പോൾ. ഇതിലെ വെറും പന്ന പോസ്റ്റർ ഇപ്പൊ പോസ്റ്ററിന് ഒരു നിലവാരമുണ്ട്. ഇത്രയും നിലവാരമില്ലാത്തൊരു പോസ്റ്റർ അടുത്തിടെ വന്നിട്ടില്ല. ഇത് മമ്മൂട്ടിക്കും മോഹൻലാലിനും മാത്രമല്ല, ഇത് മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടായി എന്നുള്ളതാണ് സത്യം. ഇനി ഇതുപോലെ ഒന്ന് ഇറക്കുന്നതിനെക്കാട്ടി നല്ലത് സിനിമ അങ്ങ് ഡയറക്റ്റ് ഇറക്കുന്നതായിരിക്കും. ഇനി ഇതിനെക്കാട്ടി നല്ല ട്രെയിലറും ടീസറും ഒന്നും ഇറക്കുന്നതിനെക്കാട്ടി നല്ലത് ഡയറക്റ്റ് ആയിട്ട് സിനിമ ഏപ്രിൽ 23 അങ്ങ് ഇറക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നാണം കെടുത്താനൊക്കെ ഉള്ള മാക്സിമം നാണം കെടുത്തി. ഇച്ചിരി പൈസയൊക്കെ മുടക്കുന്നതിന് കുഴപ്പമില്ല. ഇത്രയും പൈസ ബിഗ് ബഡ്ജറ്റ് ഉള്ളൊരു സിനിമയല്ലേ, ഇച്ചിരി പൈസ ഇതിനു വേണ്ടിയുള്ള അഡ്വർടൈസ്മെന്റിന് വേണ്ടി നല്ല രീതിയിൽ എത്ര മനോഹരമായിട്ട് ഇപ്പൊ രജനീകാന്ത് കമലഹാസനും ഉള്ള പടത്തിന്റെ നമ്മുടെ നെൽസൺ സമയം ചെയ്യുന്ന പടത്തിന്റെ തുടക്കം, അതായത് ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടില്ല, അതെന്താണെന്നുള്ളവർക്കൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന അതിന്റെ അതൊക്കെ കണ്ടുപിടിച്ചാൽ ഇതിങ്ങനൊരു സാധനം ചെയ്യും. അതിന് ശേഷമാണല്ലോ ഇങ്ങനൊരു പോസ്റ്ററൊക്കെ. ഇന്ന് സെക്കൻഡ് പോസ്റ്റർ വെയിറ്റിംഗ്. നാണക്കേട്, വളരെ വളരെ നാണക്കേട്. ഇതുവരെ നല്ലൊരു ടീസർ ഇതുവരെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടില്ല. ടൈറ്റിൽ റിവീലിംഗ് ടീസർ വന്നതും വലിയ സംഭവമൊന്നുമില്ല. കുറച്ച് BTS വീഡിയോസ് കുഴപ്പമില്ലെന്നുള്ളതേ ഉള്ളൂ. സിനിമ ചിലപ്പോൾ അതിഗംഭീരമായിരിക്കും, ആയിക്കോട്ടെ, പക്ഷെ ഇതിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി മോശമല്ലേ. ഇത്രയും ടെക്നിക്കൽ ഗംഭീരമായിട്ട് നിൽക്കുന്ന സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയൊക്കെ അങ്ങ് ടോപ്പ് നോച്ച് നിൽക്കുന്ന സമയത്ത് ഇത്രയും വൃത്തിയായിട്ടൊരു പോസ്റ്റർ ഇട്ട് മലയാളികളെ അപമാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും.